നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി തൊടുപുഴയിൽ ധർണ നടത്തി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പാചകവാതക വിലവർദ്ധനവിനെതിരെ CPM നേതൃത്വത്തിലുള്ള നിരാഹാര സമരം തുടരുന്നു. മുട്ടത്ത് TK മോഹനൻ ആരംഭിച്ച സത്യാഗ്രഹം മൂലമറ്റം ഏരിയ സെക്രട്ടറി KL ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം നിർവഹിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ വെൺമണി വരിക്കമുത്തൻ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം റോഷി അഗസ്റ്റിൻ MLA നിർവഹിച്ചു. KSU നേതൃത്വത്തിൽ അറക്കുളത്ത് നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് VS ജോയി നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ ദുർബലപ്പെടുത്തുവാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ DDE ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം A സുരേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS മഹേഷ്, NGO സംഘ് ജില്ലാ വൈസ് പ്രസിഡന്റ് VR പ്രേംകിഷോർ, KK പ്രസവകുമാർ, M ബാബു, R ബിജുമോൻ, നീന ഭാസ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ വലിയ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഉച്ചഭക്ഷണ പരിപാടി നടപ്പിലാക്കുന്നത് അത് കേവലം ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ മാത്രം ആവശ്യമല്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ, കേരളത്തിലെ സാധാരണക്കാരുടെ, പട്ടിണിപ്പാവങ്ങളുടെ കുട്ടികളാകെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ അരവയർ നിറഞ്ഞ് അവന് പഠിക്കുവാനുള്ള അവകാശം അവന് സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി നന്നായി നടപ്പിലാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ സീനിയർ സൂപ്രണ്ടിന് തുല്യമായ ഒരു തസ്തികയും ഒരു ഓഫീസിന് കീഴിൽ ഒരു ജൂനിയർ സൂപ്രണ്ടിന് തുല്യമായ ന്യൂൺ ഫീഡിംഗ് സൂപ്പർവൈസർമാരുടെ തസ്തിക കേരളത്തിലാകെ സൃഷ്ടിക്കപ്പെടണം എന്നാണ് എല്ലാ സംഘടനകളും. അതിന് NGO യൂണിയനോ, ജോയിന്റ് കൗൺസിലോ, NGO സംഘമോ, SCO, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ സംഘടനകൾ അടക്കം എല്ലാ സംഘടനകളും ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ ആവശ്യപ്പെടുമ്പോ ഇവരെ ആദ്യമേ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ NGO അസോസിയേഷൻ എന്ന ഒരു സംഘടന മാത്രം മാറിയിരുന്നു. അവരെല്ലാ കാലത്തും കരിങ്കാലിപ്പണി ചെയ്തും കൂട്ടിക്കൊടുത്തും മാത്രമാണ് അവർ ഈ സർവീസ് രംഗത്തെ വളർന്നിട്ടുള്ളത്. ഒറ്റുകാരാണ് അവര്. വിദ്യാഭ്യാസ വകുപ്പിൽ ഈ ഇത്തരം നല്ല ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ജീവനക്കാരുടെ ആകെ ആവശ്യത്തിനോട് കുളം തുറന്നു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട കാര്യത്തോട് മലയിഞ്ചി ആൾക്കല്ല് ഭാഗത്തെ റോഡുകൾ തകർന്നതിനെ തുടർന്ന് ബസ് സർവീസുകൾ നിലച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ബൗണ്ടറി മുതൽ മലയിഞ്ചി വരെയുള്ള റോഡുകൾ തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. യഥാസമയം റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. 4 ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തിയിരുന്നു. റോഡിൽ വാഴയും കപ്പയും കൃഷി നടത്തി ഒരു വിഭാഗം പ്രതിഷേധിച്ചപ്പോൾ കുഴികളിൽ കല്ലും മണ്ണും നിറച്ച് മറ്റൊരു വിഭാഗവും പ്രതിഷേധിച്ചു. KK മോഹൻദാസ്, സദൻ ചാരപ്പുറത്ത്, ബൈജു തോമസ്, ജോണി പുള്ളോലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് സഞ്ചാരയോഗ്യമായി പ്രതിഷേധിച്ചത്. സാധാരണക്കാരന് ബസ്സിന് വീട്ടിൽ ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടാകും. ആ അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കുണ്ടും കുഴിയും നികത്തി റോഡ് നന്നാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ അധികാരികളുടെ അടുത്ത് പരാതി കൊടുത്തും റോഡ് പണിയണമെന്ന് ആവശ്യപ്പെട്ടും മടുത്ത അവസ്ഥയിലാണ്
ഞങ്ങൾ ഈ സമാധാന പണിക്കും ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം തന്നെയാണ്. ഈ റോഡ് നന്നാക്കാത്തതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനുള്ള പണിയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജീവ് ഗാന്ധി സ്കീം ഫോർ അഡോൾട്ട്മെന്റ് ഗേൾസ് പദ്ധതി പ്രകാരം കൗമാരക്കാരായ പെൺകുട്ടികൾക്കായി പരിശീലന പരിപാടി പഴയരിക്കണ്ടത്ത് നടന്നു. രാജീവ് ഗാന്ധി സ്കീം ഫോർ അഡോൾട്ട്മെന്റ് ഗേൾസ് പദ്ധതി പ്രകാരം പെൺകുട്ടികൾക്കായി പരിശീലന പരിപാടി പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. ക്ലാസ്സിൽ പഴയരിക്കണ്ടം, മൈലപ്പുഴ, അമ്പലക്കവല, വട്ടോംപാറ, വരകുളം, പൊന്നെടുത്താൻ, തട്ടേക്കല്ല്, വെൺമണി തുടങ്ങിയ അംഗൻവാടികളിലെ കുട്ടികൾ പങ്കെടുത്തു. പഴയരിക്കണ്ടം വാർഡ് മെമ്പർ ബെറ്റി ജോൺസൺ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് പൊന്നെടുത്താൻ അംഗൻവാടി ടീച്ചർ TN അജി സ്വാഗതം ആശംസിക്കുകയും പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനായ സജീവൻ കുട്ടികൾക്ക് വ്യക്തിത്വ വികസനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുകയും ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PD ശോശാമ്മ മുഖ്യപ്രഭാഷണം നടത്തുകയും ബ്ലോക്ക് മെമ്പർമാരായ ജയ സജീവൻ, ICDS സൂപ്പർവൈസർ തങ്കമണി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വക്കച്ചൻ വയലിൽ, വാർഡ് മെമ്പർമാരായ ഉഷ മോഹനൻ, ആലിസ് മാത്യു, അംഗൻവാടി ടീച്ചർമാരായ ത്രേസ്യാമ്മ ജോസഫ്, സെലിൻ ബേബി തുടങ്ങിയവർ യോഗത്തിന് ആശംസകൾ അറിയിക്കുകയും ക്ലാസ്സിൽ 50ഓളം കുട്ടികൾ പങ്കെടുക്കുകയും ചെയ്തു. യോഗത്തിന് വിദ്യാർത്ഥിയായ അഞ്ജു ഫ്രാൻസിസ് നന്ദി പറയുകയും ചെയ്തു. ധനീഷ് ഇടുക്കി, VBC ന്യൂസ്, പഴയരിക്കണ്ടം. പാചകവാതക വിലവർദ്ധനവ് പിൻവലിക്കുക, ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ തള്ളിക്കളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മുട്ടത്ത് TK മോഹനൻ നിരാഹാര സമരം ആരംഭിച്ചു. മുട്ടം ടൗണിൽ ചേർന്ന നിരാഹാര സമരം മൂലമറ്റ ഏരിയ സെക്രട്ടറി KL ജോസഫ് ഉദ്ഘാടനം ചെയ്തു. TJ വിജയൻ, KP സുധീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നിരാഹാര സമരത്തിന് വിവിധ ലോക്കൽ കമ്മിറ്റികളിലെ ബ്രാഞ്ചുകളിൽ നിന്നുള്ളവർ അഭിവാദ്യം അർപ്പിച്ചു. കോൺഗ്രസ് എന്നും മുതലാളിമാരുടെ ആളാണ്. അവര് വിദേശ കമ്പനികളുടെയും സാമ്രാജ്യത്വത്തിന്റെയും മുതലാളിത്ത രാജ്യങ്ങളുടെയും ആളാണെന്ന് നയം തെളിയിക്കുന്നതാണ്. 91 നരസർക്കാവ് ആരംഭിച്ച ആഗോള സാമ്പത്തിക നയം, ഉദാരവൽക്കരണം, ഇറക്കുമതി നയം അതെല്ലാം തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫലം എന്താ? അതിന്റെ ഫലമായി ഇവിടെ വിലക്കയറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഈ 10 കൊല്ലത്തെ കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ നമ്മൾ നോക്കുമ്പോ ഇവിടെ ഏറ്റവും കുറഞ്ഞത് 256% വർധനവ്. വിലക്കയറ്റം എന്ന് പറയുന്നത് 256%. 1-2% 50%, 100%, 150%, 200%, 250%. 10 കൊല്ലം കൊണ്ട് അവർ ഭരിച്ച സമയത്ത് നടപ്പാക്കിയുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കാർക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കില്ലേ? ഇപ്പൊ ഗ്യാസിന്റെ വില ഞാൻ ചോദിക്കട്ടെ, പാചകവാത ഗ്യാസ് ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ആവശ്യത്തിന്. പിന്നെ ആഗോള സാമ്പത്തികതയോ ക്രൂഡ് ഓയിൽ വിലയോ കൂട്ടി കാണിച്ച് ഇവിടെ കൂട്ടേണ്ടത്, അങ്ങനെയാണെങ്കിൽ തന്നെ കുറയും. ആഗോള മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നു, ഇന്ത്യയിൽ അത് കൂട്ടുന്നു. അങ്ങനെയാണ് ഇവിടെ വില കയറ്റം സൃഷ്ടിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആ വിലക്കയറ്റം അങ്ങ് ഏറ്റവും ഉച്ചസ്ഥ കോടിയിലെത്തിയിരിക്കും. വിലക്കയറ്റം മാത്രമല്ല, കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കുടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ വനിതകൾക്കായി തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം പദ്ധതിയുടെ ഭാഗമായി തെങ്ങ് കയറ്റ പരിശീലനം സംഘടിപ്പിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കുടയത്തൂർ സെന്റ് അഗസ്റ്റിൻസ് പള്ളി വികാരി ഫാദർ മാത്യു വെട്ടുകല്ലയിൽ നിർവഹിച്ചു. 6 ദിവസത്തെ പരിശീലനത്തിൽ കൃഷി ഡിപ്പാർട്ട്മെന്റ്, കാർഷിക കോളേജ്, വ്യവസായ കേന്ദ്രം, ബാങ്കിംഗ്, നാളികേര വികസന ബോർഡ്, ജൈവ ബോർഡ് തുടങ്ങിയ മേഖലയിലെ വിദഗ്ധർ ക്ലാസുകൾ എടുക്കും. 25 വനിതകൾക്ക് 6 ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത്. കുടയത്തൂർ, വെള്ളയാമറ്റം, തൊടുപുഴ, അറക്കുളം, വണ്ടൻമേട്, മുട്ടം, റാന്നി, മൂന്നിലവ്, പാല തുടങ്ങിയ 9 പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റിയിലെയും വനിതകളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ കുടയത്തൂർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി നടത്തുന്ന തെങ്ങുകയറ്റ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നതാണ് ഞാൻ. 6 ദിവസത്തെ ക്യാമ്പിന് പങ്കെടുക്കുന്നു. ഇപ്പം നല്ല നിലയിൽ തെങ്ങ് കയറാനും തേങ്ങ ഇടാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ആദ്യം ശരിക്കും ഈ തെങ്ങുകയറ്റം ഇത്രയും ഉയരമുള്ള ഒരു മരത്തെ കയറുക എന്ന് പറയുന്നത് ഒത്തിരി ഭയം ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. താഴെ നിന്ന് നോക്കുമ്പോൾ കയറി പോകുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി എത്ര ഉയരമുള്ള തെങ്ങിലാണെങ്കിലും ഒരു ചാഞ്ചാട്ടമില്ലാതെ കയറാനുള്ള കഴിവായി.
സംസാരമൊന്നും വേണ്ട, മോളോട് കുടയത്തൂർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളികേര വികസന ബോർഡിൻ്റെ സഹകരണത്തോടെയാണ് തെങ്ങിന് ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായിട്ട് ഏതാണ്ട് 14 ബാച്ചുകൾ ഞങ്ങൾ 2013-14 സാമ്പത്തിക വർഷം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് വളരെ ഗുണകരമായ ഒരു തൊഴിലധിഷ്ഠിത മേഖല കണ്ടെത്തുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആളുകളുടെ ആത്മവിശ്വാസം വളർത്തുക എന്നതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ വിവിധ തലങ്ങളിൽ വിവിധ സെമിനാറുകൾ ഒരുക്കിക്കൊണ്ടാണ് ഈ പദ്ധതി വിജയകരമായ രീതിയിലേക്ക് ഈ സംഘടന സംഘടിപ്പിച്ചിട്ടുള്ളത്. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും സംയുക്ത തിരുനാളിന് സമാപനമായി. നവവൈദികൻ ഫാദർ ജോസഫ് നടുപ്പടവിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോസഫ് നടുപ്പറമ്പിൽ നേതൃത്വം നൽകി. ഫാദർ ബെന്നോ പുതിയ പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. കുർബാനയ്ക്ക് ശേഷം നടന്ന പ്രദക്ഷിണത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. നാളെ രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാനയും ഇടവകയിൽ നിന്നും മരിച്ചുപോയവർക്കായുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ കഴിയുന്നതോടുകൂടി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് സമാപനം കുറിക്കും. ചുരുളി ഫൊറോനയിൽപ്പെട്ട പള്ളികളിലെ ആദ്യ തിരുനാളാണ് കഞ്ഞിക്കുഴിയിൽ നടക്കുന്നത്. അതിനാൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ കഞ്ഞിക്കുഴി സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാളിൽ പങ്കെടുക്കുന്നത് ശ്രദ്ധേയമാണ്. ജനവിരുദ്ധ മുന്നണികൾക്കെതിരെ ജനകീയ രാഷ്ട്രീയ മുന്നേറ്റം എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ സമ്മേളനത്തോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടന്നു. മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. പട്ടിണിയും ദാരിദ്ര്യവുമില്ലാത്ത സാമൂഹ്യ സമത്വവും സാമൂഹ്യ നീതിയും നിലനിൽക്കുന്ന വിദ്യാഭ്യാസവും ചികിത്സയും സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ നിഷേധിക്കപ്പെടാത്ത കുടിവെള്ളവും ഭക്ഷണവും ഉറപ്പുവരുത്തുന്ന ഒരു ക്ഷേമരാഷ്ട്രത്തിൻ്റെ പിറവിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. 2 വർഷമായി പ്രവർത്തനം ആരംഭിച്ച് 10 സംസ്ഥാനങ്ങളിലും കേരളത്തിൻ്റെ 14 ജില്ലകളിലും 120 നിയോജക